പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട പാളയം ഇമാം അവരുടെ സദസ്സിൽ നിന്നും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീർ കുട്ടി അവരുടെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സാബ്രിൻ സാർ അവരുടെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൻസിൽ അൻസാരി, പ്രിയപ്പെട്ട എൽ ശ്യാമളകുമാരി ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العظيم. السلام عليكم. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷാജഹാൻ അവരുടെ, ഉദ്ഘാടകൻ ഡോക്ടർ ഷുഹൈബ് മൗലവി അവരുടെ, മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീർ കുട്ടി അവരുടെ, പെരുമാതുറ മുസ്ലിം ജമാഅത്ത് ഇമാം ആദരണീയനായ ഷിഹാബ് മൗലവി എത്തിയിട്ടില്ല. ചിറയൻകീഴ് ഗ്രാമസഭാംഗം ശ്രീ അൻസിൽ അൻസാരി അവരുടെ, നെഹ്റു യുവ കേന്ദ്രയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബ്രൻ അവരുടെ, പെരുമാതുറ ഗവൺമെൻറ് LPS റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ശ്യാമളകുമാരി ടീച്ചർ, കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ഫാറൂഖ്, ട്രഷറർ അൻസർ, പെരുമാതുറ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പെരുമാതുറ മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ശ്രീ സുനിൽ സാലി അവരുടെ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ നീറ്റ് പരീക്ഷയിൽ 158 റാങ്ക് നേടിയ ഫിദ നിഷാദ്, പെരുമാതുറ മേഖലയിലെ സഹോദരന്മാരെ, പെരുമാതുറ കൂട്ടായ്മ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ആദരവും ഈ വർഷവും ഇവിടെ നടക്കുകയാണ്. അതിനു മുന്നോടിയായി അധ്യക്ഷന്റെ അനുവാദത്തോടെ വളരെ പ്രാധാന്യത്തോടെ ഫിദ നിഷാദിന്റെ പേരിൽ അഭിമാനത്തോടെ ഈ യോഗം പെൺകലിപ്പികളാൽ അടയാളപ്പെടുത്തുവാൻ പെരുമാതുറ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. 2025 22,09,000 പേർ നീറ്റ് പരീക്ഷയിൽ
ആ പരീക്ഷ എഴുതിയതിൽ 12,36,000 പേർ വിജയിച്ചു. ആ 12,36,000 പേരിൽ 158ാമത്തെ റാങ്കാണ് പെരുമാതുറയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഇടുക്കി കേരളത്തിന്റെ സെക്കൻഡ് ടോപ്പറായി മാറിയിച്ചു. പെരുമാതുറയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ പെരുമാതുറ കൂട്ടായ്മയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യേണ്ട ഈ ഫിദാ ഫാത്തിമയെ അഭിമാനത്തോടുകൂടി ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പെരുമാതുറ കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഏകദേശം 4 നൂറ്റാണ്ട് കാലമായി, 25 വർഷവും കൃത്യമായി പറഞ്ഞാൽ 3 മാസവുമായി. പെരുമാതുറക്കാരായ പ്രവാസികളായ കുറച്ച് ആൾക്കാർ അബുദാബിയിൽ ഒരുമിച്ച് ചേർന്നതാണ് ഈ ഒരു ആശയവുമായി ആദ്യമായി ഇത് രൂപം കൊണ്ടത്. നാട്ടിൽ അവസരം അനുഭവിക്കുന്നവർക്കും സ്വന്തം കുടുംബത്തെ പോലെ ചേർത്ത് നിർത്താൻ തയ്യാറായ ഒരു വിഭാഗം തുടക്കക്കാർ. അതിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കും നാളിതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുടെ കഴിഞ്ഞ കാലത്തെ ചുരുക്കം ചില സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി നിർദ്ധനരായ ആൾക്കാർക്ക് 8 വീട് നിർമ്മിച്ച് നൽകാൻ കഴിയും. ഒരാൾക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ കഴിയും. 2 പേർക്ക് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർണ്ണമായും ഫീസ് നൽകി പഠിപ്പിക്കാൻ കഴിയും. നിർദ്ധനർക്കും നിരാലംബർക്കും പെൻഷൻ പദ്ധതി 2005 മുതൽ 2025 വരെ മുടങ്ങാതെ നടക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം, സാമ്പത്തിക സഹായം, ഒപ്പം പ്രോത്സാഹനവും. നിർദ്ധനരായ എണ്ണമറ്റ രോഗികൾക്ക് സാമ്പത്തിക സഹായം, മെഡിക്കൽ ക്യാമ്പുകൾ, കോവിഡ് കാലത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ. കോവിഡ് മേഖലയിൽ ആദ്യമായി സിജിയുമായി ചേർന്ന് സമഗ്രമായ വിദ്യാഭ്യാസ സർവേ നടത്തി സർക്കാരുമായി ചേർന്ന് കുട്ടികൾക്കുള്ള പഠന പദ്ധതി കേന്ദ്രം നടന്നു വരുന്നു. തയ്യൽ പരിശീലന കേന്ദ്രം, ഗാന്ധി ഭവനുമായി സഹകരിച്ച് കൈത്തൊഴിൽ പരിശീലനം, സൗജന്യ PSC ട്രെയിനിങ് ക്ലാസുകൾ, നിർദ്ധനരായവർക്ക് പ്രത്യേകിച്ച് റമദാൻ കിറ്റ് വിതരണം ചെയ്യുന്നു. എല്ലാ വർഷവും ഖുർആൻ പാരായണ മത്സരം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പെരുമാതുറ കൂട്ടായ്മയുടെ പരിധിയിൽ നിന്നുകൊണ്ട് നടന്നു വരുന്നു. നിലവിലെ കൂട്ടായ്മ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റായി ശ്രീ ഇർഷാദ്, ജനറൽ സെക്രട്ടറിയായി സനിൽ സലിം, ട്രഷറർ കിഫ ഇബ്രാഹിം, അങ്ങനെ തുടങ്ങി 18ഓളം വരുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ GCC രാജ്യങ്ങളിലായി സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് സർവ്വപിന്തുണയും നൽകുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് എല്ലാ പ്രാർത്ഥനയും ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷാജഹാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും തിരക്കിനിടയിലും കൂട്ടായ്മയെ ചേർത്ത് നിർത്തുവാനും വിഷമഘട്ടങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ഉടമ എൻ്റെ സ്നേഹിതൻ ശ്രീ ഷാജഹാനെ എൻ്റെ സ്വന്തം പേരിലും പെരുമാതുറ കൂട്ടായ്മയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പാളയം ജുമാ മസ്ജിദ് ഇമാം ബഹുമാനപ്പെട്ട ഡോക്ടർ VP സുഹൈൽ മൗലവി. അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ PhD ഗവേഷണം, പാളയം ജുമാ മസ്ജിദിന്റെ ഇമാം പദവി ഏറ്റെടുത്ത ശേഷം ജില്ലയിലെ മുസ്ലിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും ക്ഷേമത്തിനും ഉന്നമത്തിനും വേണ്ട നിർദ്ദേശങ്ങളും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ അറിവും അതിലൂടെ ഇസ്ലാമിക വീക്ഷണത്തിലൂടെ നിർഭയം നിരന്തരമായി നടത്തുന്നു എന്ന യാഥാർത്ഥ്യം പറയാതെ പോകാൻ കഴിയില്ല. കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ദീനി പ്രവർത്തകൻ എന്ന വിശേഷണത്തിന് ഉടമ ഡോക്ടർ ഷുഹൈൽ മൗലവി. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷുഹൈൽ മൗലവി അവരുടെ ഈ യോഗത്തിലേക്ക് എൻ്റെ സ്വന്തം നിലയിലും പെരുമാതുറ നിവാസികളുടെ പേരിലും പെരുമാതുറ കൂട്ടായ്മയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ബഷീർ കുട്ടി, ഫോർമർ അസോസിയേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, 14ഓളം പുസ്തകങ്ങൾ മെഡിക്കൽ വിഭാഗത്തിൽ, അതും മെന്റൽ ഹെൽത്തുമായി ചേർന്ന് ബന്ധപ്പെട്ട് BSc നഴ്സിംഗിനുള്ള പുസ്തകം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ നിരവധി സംഭാവനകൾ. സൈക്കാട്രിക് വിദഗ്ധനായ ബഹുമാനനായ ഡോക്ടർ ബഷീർ സാഹിബ്
സംസ്ഥാന മെന്റൽ ഹെൽത്ത് അതോറിറ്റി മെമ്പർ കൂടിയായിരുന്നു. മികച്ച കൗൺസിലർ കൂടിയായ ഡോക്ടർ ബഷീർ കുട്ടി അവരുടെ തികഞ്ഞ ആദരവോടെ പെരുമാതര കൂട്ടായ്മയുടെ പേരിലും എന്റെ സ്വന്തം നിലയിലും ഈ ദേശത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ അബ്ദുൽ വാഹിദ്, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അരനൂറ്റാണ്ട് കാലത്തെ കരകലർന്ന രാഷ്ട്രീയ ജീവിതം, നിസ്വാർത്ഥമായ രാഷ്ട്രീയത്തിന്റെ ഉടമ, ദീർഘകാലം പെരുമാതര കൂട്ടായ്മയുടെ ഭരണസമിതി അംഗം, ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് സാഹിബിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് എന്റെ സ്വന്തം നിലയിലും പെരുമാതര കൂട്ടായ്മയുടെ പേരിലും ഈ ദേശത്തിന്റെ പേരിലും. അടുത്തതായി അലി സാബിൻ, നെഹ്റു യുവകേന്ദ്രയിൽ ഉദ്യോഗം ആരംഭിച്ചു. തന്റെ ജോലിയുള്ള അർപ്പണബോധ മികവാർന്ന പ്രവർത്തനം കൊണ്ട് ഉന്നത പദവി ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചു. കഴിഞ്ഞ കുറേ നാളായി കൂട്ടായ്മയുമായി നിരന്തരം ബന്ധം പുലർത്തുകയും നെഹ്റു യുവകേന്ദ്രയുടെ സഹായം തന്നാൽ കഴിയുന്ന രീതിയിൽ നേടിത്തരികയും ചെയ്ത പെരുമാതര കൂട്ടായ്മ നെഹ്റു യുവകേന്ദ്രവുമായി അഫിലിയേറ്റ് ചെയ്തതുൾപ്പെടെയുള്ള നിരവധി സഹായങ്ങൾ നേടിത്തന്ന റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബിൻ അവരുടെ ഈ യോഗത്തിലേക്ക് എന്റെ സ്വന്തം നിലയിലും പെരുമാതര കൂട്ടായ്മയുടെ പേരിലും ഈ ദേശത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്യാമകുമാരി ടീച്ചർ, പെരുമാതര സ്കൂളിൽ നിന്ന് വിരമിച്ച ഹെഡ്മിസ്ട്രസ്, ദീർഘനാൾ പെരുമാതര ഗവൺമെന്റ് LPS ഉണ്ടായിരുന്നു. പെരുമാതര കൂട്ടായ്മയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന ശ്യാമകുമാരി ടീച്ചറായി ആത്മാർത്ഥമായ സേവനമനുഷ്ഠിക്കുകയും പെരുമാതര നിവാസികളെയും പെരുമാതരയെയും ഒന്നടങ്കം നെഞ്ചിലേറ്റുകയും ചെയ്ത തന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് ദേശീയ പുരസ്കാരം, സ്റ്റേറ്റ് അവാർഡ്, ജില്ലാ പഞ്ചായത്ത് അവാർഡ്, ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ്, ഗ്രാമപഞ്ചായത്ത് അവാർഡ്, ഗാന്ധി ദർശന്റെ 3 അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ അംഗീകാരം നേടിയ ആൾക്കാർ. ഞാൻ പെരുമാതര കൂട്ടായ്മയുടെ യോഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ പരിപാടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുകയും എന്റെ പെരുമാതര കൂട്ടായ്മ, എന്റെ ജനങ്ങൾ എന്ന സന്തോഷപൂർവ്വം മറുപടി പറയുകയാണുണ്ടായത്. പെരുമാതര കൂട്ടായ്മയുടെ എല്ലാ പരിപാടികളിലും എന്നെ ക്ഷണിച്ചാൽ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ അതിൽ വന്നെത്തും എന്ന സന്തോഷത്തോടെ പറയാൻ കാണിച്ച ആ മനസ്സിനെ അങ്ങേയറ്റം ശ്ലാഘനീയത്തോടെ കാണുന്നു. ഈ പറയപ്പെട്ട ഈ ടീച്ചറെ എന്റെ പേരിലും പെരുമാതര കൂട്ടായ്മയുടെ പേരിലും ഈ ദേശത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പെരുമാതര മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ശ്രീ സുനിൽ സാരി അവരുടെ കഴിഞ്ഞ സുനിൽ സാരി ദീനീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന മികവാർന്ന ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് ജമാഅത്ത് സെക്രട്ടറി ശ്രീ സുനിൽ പ്രവർത്തിച്ചു വരുന്നു. ജനാബ് സുനിൽ അവരുടെ കൂട്ടായ്മയുടെ പേരിലും സ്വന്തം നിലയിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അൻസിൽ അൻസാരി, പെരുമാതര കൂട്ടായ്മ യുവ ജനങ്ങളുടെ നായകൻ, അടുത്ത കാലത്തായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ യുവനായകൻ, തന്റെ മികവാർന്ന പ്രവർത്തനം കൊണ്ട് പെരുമാതര ജനതയെ ഒന്നടങ്കിൽ കീഴടക്കിയ ശ്രീ അൻസിൽ അൻസാരിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പെരുമാതര കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പെരുമാതര ഈ യോഗത്തിന് പങ്കെടുക്കാൻ സന്മനസ് കാണിച്ച പെരുമാതര നിവാസികളായ നിങ്ങൾ ഓരോരുത്തരെയും പെരുമാതര കൂട്ടായ്മയുടെ പേരിലും പെരുമാതര ദേശത്തിന്റെ പേരിലും എന്റെ സ്വന്തം നിലയിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പാളയം വിശിഷ്ടാതിഥി ഡോക്ടർ ബഷീർ കുട്ടി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളുടെ സ്നേഹമുള്ള പെരുമാതര കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ സ്വാഗത പ്രസംഗം വിശദമായി പറഞ്ഞു.
ഇതിനൊരു പ്രത്യേകത പല സംഘടനകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ബഹളത്തോടുകൂടി നമ്മുടെ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അതൊക്കെ നടത്തുകയും ചെയ്യും. പെരുമാതര കൂട്ടായ്മ 25 വർഷമായി ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സൈലൻ്റായിട്ട് നടത്തി പ്രവർത്തനങ്ങൾ, ഒരു ബഹളവുമില്ല. ഇത് ഏകദേശം 3 കോടിയിൽ പരം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. വീട് നിർമ്മിക്കൽ, മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത ധനസഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ആരുടെ പെരുമാതര കൂട്ടായ്മയ്ക്ക് ഒരു അപേക്ഷ തന്നിട്ടുണ്ടോ നമ്മളത് പരിഗണിച്ചു. നമ്മുടെ കഴിവിനനുസരിച്ച് ഇപ്പോഴും തുടർന്ന് പെൻഷൻ കൊടുക്കുന്ന കാര്യമായിട്ട് ഏതായാലും ഒരു മുടക്കവും ഇതേപോലെ വരുത്തിയിട്ടില്ല. ഗൾഫിൽ നിന്ന് ഈ ഗൾഫിൻ്റെ ഒരവസ്ഥ ഇവിടെ മിക്കവാറുള്ളവർക്ക് ഇരിക്കുന്നതെല്ലാം വിദേശത്ത് പോയി വന്നില്ല. ഇവർക്കെല്ലാം നമ്മുടെ അവസ്ഥകൾ അറിയാം. വളരെ ചൂടും തണുപ്പും സഹിച്ച് പ്രതികൂല കാലാവസ്ഥയിൽ മലരിച്ച് കിട്ടുന്ന പൈസയിൽ നിന്നും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെറുതായ ഒരു സഹായം ഒരു മാസത്തിൽ ഒരു ചെറിയ തുക കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് അർഹമായ കൈകളിൽ എത്തണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അത് ഇവിടെ അറിയിക്കുകയും ഈ അപേക്ഷ അന്വേഷിച്ച് പരിഗണിക്കാനുള്ളതാണെങ്കിൽ അറിയിക്കണമെന്ന് പറയുകയും അതിനനുസരിച്ച് കൊടുക്കുന്ന അപേക്ഷകളെല്ലാം വേണ്ട രീതിയിൽ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇത്രയും അധ്വാനിച്ച് ബുദ്ധിമുട്ടി അവരുണ്ടാക്കുന്ന പൈസ അത് അർഹമായ കൈകളിൽ തന്നെ എത്തുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു നിയത്താണ്. അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടുത്തെ കൂട്ടായ്മ പ്രവർത്തകർക്ക് കഴിയുന്നത്. ഇതിൽ ഒരു വലിപ്പച്ചർക്കും ആർക്കും കൊടുത്തില്ല, അർഹരെ സഹായിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയുടെ ആവശ്യങ്ങൾ, അതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും. നമ്മുടെ കുട്ടികളുടെ എത്തരത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പെരുമാറുന്ന കൂട്ടായ്മ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അവരുടെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരെയും പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കിടക്കാൻ വീടില്ലാത്തവർ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ലൈഫിൻ്റെ വീടുകൾ ഏത് സമയത്ത് എപ്പോഴും കിട്ടുമെന്ന് അറിയാൻ കഴിയില്ല. നമ്മൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ കിട്ടിയാലേ എന്ന് പറയാം, അല്ലാതെ അത് നമുക്ക് ഉറപ്പ് വെച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതേസമയം പെരുമാതര കൂട്ടായ്മ ഈ 8 വീടുകൾ നിർമ്മിച്ചു കൊടുത്ത കാര്യം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പഞ്ചായത്തുകൾ സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് ഒരു പക്ഷേ ഇത്രയും വീടുകൾ നമുക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആയതാണ് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വീടില്ലാത്ത ദരിദ്രരായ എത്രയോ പേരുടെ സഹായാഭ്യർത്ഥനകൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവരെയൊക്കെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പെരുമാതര കൂട്ടായ്മയുടെ മുന്നിലൊക്കെയാണ് കഴിയുന്ന സഹായങ്ങൾ തുടർന്നും ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ സംഘടന കഴിയട്ടെ. പിന്നെ കൂടുതൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും കേൾപ്പിക്കുന്നില്ല. വിശിഷ്ട വ്യക്തികൾക്ക് തിരികെ പോകേണ്ട അത്യാവശ്യമായ ജോലിയുള്ളവരാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഇവരെ ഇവിടെ എത്തി മോഷിപ്പിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഡോക്ടർ ബഷീർ സർ ഒരു നല്ല മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ സമയം കിടന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ